നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട രാജ്യാന്തര ക്രിമിനലായ ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കൊച്ചി മരടിൽ ഗുണ്ടകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ആഷ്ലിൻ ബെൽമൻ രാജ്യാന്തര ക്രിമിനൽ എന്ന സൂചന. രാജ്യാന്തര ബിസിനസ്സുകാരനും സിനിമാ നിർമ്മാതാവും 20 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്നുമാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. ദുബായിലും കേരളത്തിലും അടക്കം ഇയാൾ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശിയായ ആഷ്ലിൻ ബെൽമൻ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂറൻസിന്റെ കൂട്ടാളിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡും വെച്ചാണ് ആഷ്ലിന്റെ യാത്ര. തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ്ബ് യൂണിയന്റെ പ്രസിഡന്റ് എന്നും ആഷ്ലിൻ സ്വയം അവകാശപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, നമ്മൾ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആഷ്ലിൻ ബെൽമന്റെ പിന്നാലെയായിരുന്നു. കൊച്ചി മരടിൽ ഒരു ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചു. അന്ന് 13 ഗുണ്ടകളെ പോലീസ് പിടികൂടിയതാണ്. പക്ഷേ ഈ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച ആഷ്ലിൻ ബെൽമൻ സ്ഥലം വിടുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോലീസ് ഇതുവരെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 48 മണിക്കൂറിനിടെ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ഇൻസ്റ്റഗ്രാമിലടക്കം പല പോസ്റ്റുകളും ഇട്ടും വീണ്ടും രംഗത്തെത്തുന്നുണ്ട്. പോലീസ് ഇയാൾ കേരളത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവിടെ പരിശോധന, അന്വേഷണം, തെരച്ചിലൊക്കെ നടത്തുന്നത്. സ്വാഭാവികമായും നാട് വിട്ടിരിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ആഷ്ലിൻ ബെൽമൻ ഒരു രാജ്യാന്തര തട്ടിപ്പുകാരനാണ്, ക്രിമിനലാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന സൂചനകളല്ലേ പുറത്തു വരുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ മരടിൽ ഇത്തരത്തിലൊരു മീറ്റപ്പ്, ഗുണ്ടകളുടെ മീറ്റപ്പ് നടക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുകയും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് 13ലധികം ഗുണ്ടകൾ പിടിയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇതൊരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടകൾ അവിടെ ഒത്തുചേർന്നതെന്നുള്ള വിവരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് നടത്തിയത് ആരാണ്, ഏത് സിനിമാ നിർമ്മാതാവാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റപ്പ് എന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിനിടയിലാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഈ പറയുന്ന വ്യക്തി, ഈ ആഷ്ലിൻ ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ചെന്നപ്പോൾ നമുക്കറിയാം, ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. പോലീസിന് പോലും അറിയാത്ത ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇയാളെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഇയാൾ ഒരു രാജ്യാന്തര കുറ്റവാളിയാണ്. ഈ ബിസിനസ്സുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച്, അല്ലെങ്കിൽ ഈ അതിസമ്പന്നൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ സ്വയം താനൊരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആഷ്ലിൻ. ഇയാളുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ പല സിനിമാ താരങ്ങളെക്കാളും ഒക്കെ സെലിബ്രിറ്റി ആയി തന്നെ ഏകദേശം വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. ഇയാളുടെ ആസ്തി 897 ബില്യൺ ദർഹം, അതായത് അതിസമ്പന്നരുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന ഒരു വ്യക്തിയായി സ്വയം പറയുന്നു. അയാൾ തന്റെ ഫേസ്ബുക്കിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം ഇത് വെളിപ്പെടുത്തുന്നു. നിരവധി ബിസിനസ്സുകളുണ്ട് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തേക്കുമായൊക്കെ നിരവധി ബിസിനസ്സുകൾ നടത്തുന്ന ഒരു വ്യക്തി. പക്ഷേ ഇയാളെ കുറിച്ച് നമ്മൾ ആരും ഇതുവരേക്കും കേട്ടിട്ടില്ല. ഇത്രയും അതിസമ്പന്നനായിട്ടുള്ള ഒരാൾ, അതും കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ ഇത്രയും അതിസമ്പന്നനാണെന്ന് പറയുമ്പോൾ സാധാരണ മലയാളികളൊക്കെ കേൾക്കേണ്ടതാണ്. പക്ഷേ അവരാരും കേൾക്കാത്ത ഈ അതിസമ്പന്നൻ അയാൾ ആരാണ് എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ വെളിപ്പെടുന്നത്. എന്തായാലും പെരുമ്പാവൂർ അരസിന്റെ അനുയായിയായ ആഷ്ലിൻ സ്വാഭാവികമായും ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇയാൾ നിരവധി പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണ്ട എന്ന രീതിയിൽ പലതരത്തിലുള്ള പണം തട്ടിപ്പൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഇയാൾ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ തമിഴ്നാട്ടിലെ ഒരു അംഗമാണെന്ന തരത്തിലൊക്കെ ബോർഡ് വെച്ച് സഞ്ചരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നുള്ളൊരു സംശയം. ഇങ്ങനെയൊക്കെ ഈ ഗുണ്ടാ മീറ്റപ്പിനിടെ കൊച്ചി പോലീസ്, സിറ്റി പോലീസും ATS റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ഒരു ആഡംബര കാറിൽ നിന്ന്, ഈ ആഷ്ലിൻ ബെൽമന്റെ ആഡംബര കാറിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ബോർഡ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. പക്ഷെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും ലഭിച്ചില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ബോർഡ്, ആരാണ് ഇത്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ആരെങ്കിലും ആണോ അവിടെ എത്തിയത്? അങ്ങനെ പല സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇയാളുടെ കാറിൽ നിന്ന് തോക്കും കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കണ്ടെടുത്തിരുന്നു.
പിന്നീട് നമ്മൾ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാലും ഈ ആഡംബര കാറിൽ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് വെച്ച ആഡംബര കാറിൽ യാത്ര ചെയ്യുന്ന പല റീൽസുകളും കാണാൻ കഴിയും. മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ പോലും മാധ്യമങ്ങളെ പോലും ഇയാൾ തട്ടിപ്പിന് ഇരയാക്കിയോ എന്ന് സംശയമുണ്ട്. കാരണം തമിഴ്നാട്, പ്രത്യേകിച്ചും തമിഴ്നാട് കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ്ബ് യൂണിയന്റെ പ്രസിഡന്റ് എന്നാണ് ഇയാളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പദവി ഇയാൾ വഹിക്കുന്നുണ്ടോ, അതോ മാധ്യമങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുകയാണോ? മാത്രമല്ല ഈ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ചില മാധ്യമ പ്രവർത്തകർക്കടക്കം ലഭിച്ച അവാർഡുണ്ട്. അതായത് ഈ ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാരം. ഈ ആസാദി പുരസ്കാരത്തിന് ഇയാളും ഈ ആഷ്ലിൻ ബെൽമനും അർഹനായിരുന്നു. മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുള്ള പുരസ്കാരം പോലും ഇയാൾക്ക് ലഭിച്ചിരുന്നു. ഇതൊന്നും ഈ സംഘാടകർ അറിഞ്ഞിരുന്നില്ലേ? സംഘാടകർക്കോ അതല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഇന്റലിജൻസ് ഒക്കെ അന്ന് പല രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിലാണ് ഇയാൾക്ക് അവാർഡ് സമ്മാനിച്ചത്. നമ്മുടെ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു വീഴ്ചയല്ല, പോലീസിന്റെ ഒക്കെ ഒരു വീഴ്ചയല്ല ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്ക് അവാർഡ് സമ്മാനിക്കുന്നു, അവാർഡ് വേദിയിൽ ഇയാൾ എത്തുന്നു. പക്ഷേ ഇയാളെക്കുറിച്ച് യാതൊരു അറിവും അവരെ ഉള്ളവർക്ക് ആർക്കും ഇല്ലായിരുന്നു. പിന്നീട് ഈ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് അല്പമെങ്കിലും ലഭിക്കുന്നത്. പോലീസ് പോലും അറിയാത്ത വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നതും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ടോം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ, അതായത് മാധ്യമപ്രവർത്തകരെ അടക്കം ആദരിച്ച ഒരു അവാർഡ് ചടങ്ങിൽ ഈ ഒരു വ്യക്തി വരുമ്പോൾ അയാൾക്ക് മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവ്, ഇങ്ങനെ അവാർഡാണ് അയാൾക്ക് കിട്ടിയത്. അയാൾ ഏത് സിനിമയാണ് നിർമ്മിച്ചത്, എന്ത് സംരംഭമാണ് അയാൾ നടത്തുന്നത്, എന്ത് മാനദണ്ഡത്തിലാണ് ഇങ്ങനെ ഒരു ഗുണ്ടയ്ക്ക് അവാർഡ് കൊടുത്തതെന്ന് സർക്കാർ തന്നെ ഉത്തരം പറയണം. കാരണം CPM നേതാവ് MV ജയരാജൻ ആണ് ആഷ്ലിന് ഈ ഒരു പുരസ്കാരം കൈമാറിയത്. ഇത്തരത്തിൽ ഓരോ അവാർഡുകൾ നൽകുന്നു അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദരിക്കപ്പെടുന്നത്, ഇയാൾ ഏത് മേഖലയിലാണ് ഇത്രയും പ്രചാരണമുള്ളത്, സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഏത് സിനിമയാണ് അയാൾ നിർമ്മിച്ചത്? അയാൾ പറയുന്നത് തെലുങ്കിലും മറ്റ് ഭാഷകൾ, അന്യഭാഷകളിലൊക്കെ നിരവധി സിനിമകൾ, തമിഴിലൊക്കെ ആയിട്ട് നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കാൻ പോവുകയാണ്, അതും തന്നെ ജീവചരിത്രം ഒരു സിനിമയാകുന്നു. അതിനുവേണ്ടി പണം മുടക്കാൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവായി രംഗത്തെത്താനാണ്, കേരളത്തിലേക്ക് എത്താനാണ് അയാളുടെ തീരുമാനം. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലെ അടക്കം ആളുകളെ ഒരു കബളിപ്പിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് വീരനാണ് ഈ ആഷ്ലിൻ എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ആഷ്ലിൻ ബെൽമൻ താൻ മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ പോകുന്നു, 6 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. തമിഴിലും കന്നഡയിലും തെലുങ്കിലുമായി 6 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അവകാശവാദം മുഴക്കുന്നത് ഈ ആഷ്ലിൻ ബെൽമൻ അന്നൊരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖം ഒന്ന് കേൾക്കാം. കന്നഡ ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫ് സ്റ്റോറിയാണ് അത്. പക്ഷെ എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി ചെയ്യാനാണ് ആദ്യ ആഗ്രഹം. മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് തമിഴെല്ലാം ചെയ്തു, പക്ഷെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതല്ലേ. അപ്പൊ നമ്മളെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേര് ഈ ഫീൽഡിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് സത്യം പറഞ്ഞ സിനിമ നമുക്ക് പറയാനും കാണാനും അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ഫീൽഡിലും പറ്റിക്കണ്, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആ രീതിക്ക് നമ്മൾ നോക്കി നമ്മൾ കുളിയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിൽ ചാടാൻ പറ്റും. മനസ്സിലാക്കി കുറച്ച് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ചുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് അതിലേക്ക് പോവാന്നുള്ള തീരുമാനിച്ചങ്ങനെ എല്ലാം റെഡിയാക്കി. നവമി, ഇത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ ആഷ്ലിൻ ബെൽമൻ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്, അവകാശവാദം ഉന്നയിക്കുന്നത്. 6 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇയാളുടെ ഒരു പ്രൊഫൈല് ലിങ്ക്ഡിനിൽ അടക്കം ഇയാളുടെ പ്രൊഫൈല് വിശദീകരിക്കുന്നുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് 3 സിനിമകൾ, തമിഴിലായി 3 സിനിമകൾ നിർമ്മിച്ചു. കബാലിഹാരം, ഗഡാർ, ഹൗസ്ഫുൾ 3, ഈ 3 സിനിമകൾ, അതായത് 2022-ലും 2023-ലുമായി പുറത്തിറങ്ങിയ 3 സിനിമകൾ. ഇങ്ങനൊരു 3 സിനിമകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. നവമിക്ക് അറിവുണ്ടോ?
ടോം, ഈ പേരുകൾ ഞാൻ ആദ്യമായി കേൾക്കുന്നു. നമ്മൾ ഇത്രയും അല്ലെങ്കിൽ ഒരു സിനിമകളുടെ പേര് പൊതുവെ കേൾക്കുന്നതാണ്, പക്ഷെ ഈ 3 പേരും ഞാൻ കേട്ടിട്ടില്ല. ഈ ഹൗസ്ഫുൾ 3 അത് ഹിന്ദിയിൽ ഹൗസ്ഫുൾ 2 വരെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഹൗസ്ഫുൾ 3 ഇറങ്ങിയൊന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും അത് ഈ ആഷ്ലിനാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഹിന്ദിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അല്ലെങ്കിൽ നിർമ്മാതാക്കളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് നമുക്കിനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഇത്രയും ഒക്കെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏകദേശം 3.1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുള്ള അത് അയാളെ നമ്മളാരും ടോമോ ഞാനോ അല്ലെങ്കിൽ നമ്മൾ ഈ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്ത കേൾക്കുന്നവരാരും ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ ഒരു പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തു വിടുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് തന്നെ നമ്മൾ കേൾക്കുന്നതും. എന്തായാലും കേരളത്തിലോ അല്ലെങ്കിൽ മുൻനിര സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരൊക്കെ ഒന്നുമില്ലാത്ത ഫോളോവേഴ്സ്, അത് 3.1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയെ സ്വാഭാവികമായി നമ്മൾ അറിയേണ്ടതാണ്. അല്ലെങ്കിൽ അതിസമ്പന്നരുടെ കൂട്ടത്തിൽ പേര് വരുമ്പോൾ, അതൊരു മലയാളിയുടെ പേര് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഈ അവരുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരുടെ പട്ടികയൊക്കെ വരുമ്പോൾ ഇത്ര അതിസമ്പന്നരുടെ പേരൊക്കെ പുറത്തു വിടുമ്പോൾ നമ്മൾ മലയാളികളായി നമുക്ക് ഏറ്റവും അഭിമാനിക്കുന്നത് ഈ പറയുന്ന പോലെ യൂസഫ് അലി ഒക്കെയാണ്. പക്ഷെ അവരുടെയൊക്കെ പേരിനൊപ്പം ഇയാളുടെ പേര് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല. ഇത് എന്തായാലും പൂർണ്ണമായും ഇയാൾ ഒരു വലിയ തട്ടിപ്പ് വീരനാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതും ഒരു ഗുണ്ടയായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് മാറിയോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അയാള് ഈ മരടിൽ ഒരു മീറ്റപ്പ് നടത്തുന്നു ഗുണ്ടകൾക്ക് വേണ്ടി. അതിലൊരു മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് വെച്ചൊരു വാഹനം വരുന്നു. പോലീസ് പോലും അന്താളിച്ചു പോകുന്ന രീതിയിലേക്ക് ഇതാരാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തിയത്, ഇയാൾ എന്താണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം, ഒരു സിനിമാ നിർമ്മാണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ചതിക്കുഴികളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ളൊരു ഈ ഗുണ്ടാ മീറ്റപ്പിന് പിന്നിൽ എന്താണ് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയുണ്ട്. ഒപ്പം ഇയാൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും അന്നത്തെ ദിവസം ഇവിടെ നിന്ന് മുങ്ങിയെങ്കിൽ അയാളെ എന്തുകൊണ്ടാണ് പോലീസിന് പിടികിട്ടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അതിസമ്പന്നനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് ബ്യൂറോകൾക്കടക്കം വിവരം ലഭിക്കാത്തത് എന്ന് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ ആഷ്ലിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും അതിസമ്പന്നനായിട്ടുള്ള ഒരു ഗുണ്ടയെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇയാൾ ഡോക്ടർ എന്നാണ് അയാളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇയാൾ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഈ ആഷ്ലിൻ എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കുന്ന ഓരോ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നവമി, ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഗോവയിൽ ഈ മെയ് 29-ാം തീയതി, ഈ വർഷം മെയ് 29-ാം തീയതി ഗോവയിൽ ഈ ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട് ഡിസൈനേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടത്തിയിരുന്നു. ഡിസൈനർ ഷോക്കേസ് എന്ന് പറയുന്ന ഒരു ഷോ അവിടെ സംഘടിപ്പിച്ചിരുന്നു ഗോവയിൽ. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഡോക്ടർ ആഷ്ലിൻ ബെൽമനാണ്. അതിലെ ഗസ്റ്റ്, അതിലെ ഉദ്ഘാടകൻ. അതിൽ പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് അതിൽ അവർ പരസ്യം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആളുകളെ ഇയാൾ കബളിപ്പിച്ചിരിക്കാം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് പെരുമ്പാവൂർ അനസിനെ പോലും ഇയാൾ കബളിപ്പിച്ചിരിക്കാമെന്നാണ്. കാരണം വലിയൊരു ഗുണ്ടയാണ് താനൊരു സ്വയം ഒരു ഗുണ്ടാ പരിവേഷം ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ ഈ ആവേശം മോഡൽ ഇയാളുടെ ഒരു ഇൻസ്റ്റഗ്രാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾക്കിടെയാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോസ് വരാൻ തുടങ്ങിയത്. ഇയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇയാൾ ആരാണെന്ന്. ശരീരത്തിൽ പൂർണ്ണമായും ആഭരണങ്ങൾ, അതായത് ഈ ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ അനുകരിക്കുന്ന രീതിയിൽ ശരീരത്തിൽ പൂർണ്ണമായും ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് റീൽസുകൾ ഇറക്കുക, ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുക. ഒരുപക്ഷെ ഈ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഇയാൾ ഇതുപോലെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാം. അതിന് പിന്നിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. ഒരു പരാതി പോലും ഇതിന് പോലീസിൽ ലഭിച്ചിട്ടില്ല. സാമ്പത്തികമായി പണം നഷ്ടപ്പെട്ടവരൊക്കെ മാനഹാനി കാരണം ഈ പോലീസിനെ സമീപിക്കാത്തതായിരിക്കുമോ, അതോ ഇയാളെ ഭയന്നിട്ട് ഇതുപോലൊരു ഗുണ്ടാ പരിവേഷം സ്വയം സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഭയന്നിട്ട് പോലീസിൽ പരാതിപ്പെടാത്തതായിരിക്കുമോ?
നമുക്കറിയാം മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് അത് ഉന്നതരായിട്ടുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെത്തുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഈ ആഷ്ലിനെ പോലുള്ള ഒരു വ്യക്തി അയാൾക്ക് അവാർഡുകൾ നൽകുന്നു, അല്ലെങ്കിൽ അയാളുകൾ ഉദ്ഘാടകനായി പോകുന്നു, യൂട്യൂബിൽ ഇത്രയേറെ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ മോൻസൺ മാവുങ്കലിന് സമാനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളൊരു തട്ടിപ്പ് വീരൻ തന്നെയാണ് ആഷ്ലിൻ എന്ന് മനസ്സിലാകുന്നു ഇതിനോടകം തന്നെ വരുന്ന തെളിവുകൾ പ്രകാരം. എന്തായാലും ഈ സോഷ്യൽ മീഡിയ, അത് പ്രത്യേകിച്ച് റീൽസുകളായിക്കോട്ടെ, നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ വലിയ രീതിയിൽ വാർത്തയാക്കിയതാണ്, ചർച്ചയാക്കിയതാണ്. ഈ ഗുണ്ടകൾ റീൽസ് ചെയ്യുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, പിന്നീട് അത് മാധ്യമങ്ങളുടെ വാർത്തയാകുന്നു, പോലീസ് കേസെടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആഷ്ലിനും ചെയ്യുന്നത്. അവരുടെ ഒരു പ്രൊമോഷൻ, സ്വയം ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ, സമൂഹം അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ ആവേശം മോഡൽ റീൽസ് ഒക്കെ ഇട്ട് ഇവർ ഈ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി പ്രചാരമാകുന്നത്. ഇതിന് പിന്നിൽ ഇവർക്കൊന്ന് ഫേമസ് ആവുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരെ ഒന്ന് ശ്രദ്ധിക്കുക, അത് മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. പക്ഷെ അതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ പലപ്പോഴും ഇത് കാണുന്നില്ല. ഇത്തരത്തിൽ വലിയ ഗുണ്ടകൾ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാർ നമ്മുടെ സമൂഹത്തിൽ വിലസുന്നുണ്ട്. ആഷ്ലിനെ പോലുള്ളവർ അവർ ഇത്തരത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസുകൾ ഇട്ട് പ്രചരിപ്പിച്ചിട്ട് പോലും പോലീസോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് അവർക്ക് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ബോർഡ് സഹിതം വെച്ചുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നത്? അതും നിർമ്മാതാവാണെന്ന്, സംരംഭകരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവാർഡുകൾ ഏറ്റുവാങ്ങാനും അല്ലെങ്കിൽ ഇവ അവാർഡുകളൊക്കെ നൽകാൻ എന്ത് മാനദണ്ഡത്തിലാണ് ഇവരെയൊക്കെ വിളിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഈ ഒരു പണമിടപാട്, അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകളാണോ, പണം തട്ടിപ്പാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്തായാലും കണ്ടെത്തേണ്ടത് പോലീസാണ്. എന്തായാലും ഗുണ്ടകൾ ഇത്തരത്തിൽ പരസ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും പോലീസിന്റെ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുടെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ടോം, നവമി, ഇപ്പോൾ പോലീസ് ഇയാളെ സംബന്ധിച്ച് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ന്യൂസ് 8 വാർത്ത രാവിലെ പുറത്തുവിട്ടതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് ഈ ആഷ്ലിൻ ബൽമനെ കേന്ദ്രീകരിച്ചുള്ള ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് അടക്കം പരിശോധിക്കുന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം, ഏതോ ഒരു ആഷ്ലിൻ ഒരു ഗുണ്ട മീറ്റപ്പ് സംഘടിപ്പിച്ചു, പെരുമ്പാവൂരിന്റെ കൂട്ടാളിയാണ്. ഈ വിവരം മാത്രമാണ് പുറത്ത് വന്ന, അതായത് പോലീസിന് ലഭിച്ച വിവരം. പിന്നീടാണ് നമ്മൾ ഇന്ന് രാവിലെയാണ് ഈ ഡോക്ടർ ആഷ്ലിൻ ബൽമൻ എന്ന ഈ പ്രൊഫൈലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ 3.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്ന വിവരങ്ങളടക്കം ഉണ്ടായിരുന്നു. അതായത് അയാളുടെ ഇൻസ്റ്റഗ്രാം പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലും ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിനെ പോലും കബളിപ്പിച്ച് നടത്തിയ അവിടെയും ഒരു തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും, കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ഇത്രയധികം ഫോളോവേഴ്സ് ഇല്ല. മോഹൻലാൽ, മമ്മൂട്ടി, ടൊവിനോ തോമസ്, അങ്ങനെ ഏതാനും ചില സൂപ്പർ താരങ്ങൾക്ക് മാത്രമാണ് ഇത്രയധികം, അതായത് ഒരു 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ളത്. അവിടെ കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു 10% 10% വരുന്ന ആളുകൾ ഇയാളുടെ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ആർക്കും ഇയാളെ കുറിച്ച് വിവരമില്ല. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റഗ്രാമിനടക്കം ഇയാൾ കബളിപ്പിച്ചിരിക്കാം. ഒരു പെയ്ഡ് ഒരു പ്രൊമോഷൻ, അത്തരം സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് അല്ലെങ്കിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് എന്തെങ്കിലും ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനോ ആ രീതിയിലൊരു നടപടികളിലേക്ക് കടക്കാൻ സാധിക്കും? പലപ്പോഴും നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉള്ളവർ ചിലപ്പോൾ സ്വാഭാവികമായി അവർ ചെയ്യുന്ന കണ്ടന്റുകൾ കൊണ്ട് ഫോളോവേഴ്സ് ആകാം. പക്ഷേ തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഇത്രയേറെ ഫോളോവേഴ്സ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം ഈ സെലിബ്രിറ്റികൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഫോളോവേഴ്സ് കിട്ടുന്നത് അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഫോളോവേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായും പെയ്ഡ് പ്രമോഷൻ ആയിരിക്കും. ഇവർ പണം നൽകിക്കൊണ്ട് ഇവരുടെ ഈ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അത്തരത്തിലായിരിക്കും ഈ ആഷ്ലിനും ഇത്തരത്തിൽ ഒരു ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ചത്. പക്ഷെ ഇതിൽ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. പോലീസ് സോഷ്യൽ മീഡിയ അതോറിറ്റികൾക്ക് ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെന്നും അല്ലെങ്കിൽ ഇതിൽ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് മാത്രമേ ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള
അക്കൗണ്ടുകളിലെ മേധാവികൾക്ക് പരാതി നൽകാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നിർദ്ദേശം നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു നിർദ്ദേശവുമായി പോലീസ് പോയെങ്കിൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള ഒരു അനുവാദമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിദേശത്തുള്ള പെരുമ്പാവൂർ അനസിനെ ഇതുവരേക്കും പോലീസിന് നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആഷ്ലിനും അത്തരത്തിലാണ്. ഈ സംഭവത്തോടു കൂടി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി ആഷ്ലിൻ രാജ്യം വിട്ടെങ്കിൽ ആഷ്ലിനെ നാട്ടിലെത്തിക്കുവാനോ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്കോ അല്ലെങ്കിൽ ആഷ്ലിന്റെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ദൂരം അത് ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. പെരുമ്പാവൂർ അനസിനെ പോലും ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം പോലും പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ആഷ്ലിനെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് കിട്ടുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ന്യൂസ് 18 ഇത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പോലീസിന് പോലും മനസ്സിലായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആഷ്ലിനെ പിടികൂടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാലും ഇതോടുകൂടി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി ആഷ്ലിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഈ തമിഴ്നാട്ടിലടക്കം ഈ ഇങ്ങനെ ബോർഡുകൾ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകരെ ഒക്കെ പറ്റിക്കുന്ന രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന രീതിയിൽ ആഷ്ലിനുണ്ടെങ്കിൽ അവിടെ അടക്കം കേസുകൾ എടുക്കുവാനും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാനും ഒക്കെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കേരളത്തിൽ ആഷ്ലിന്റെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മരടിൽ വന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കേസുകളുമായി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആഷ്ലിന്റെ ഈ തട്ടിപ്പ് വിവരങ്ങളും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് നമ്മളും കരുതുന്നത്. ടോം, തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ വിഷയത്തിൽ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതാണ്. കേരള പോലീസ് മാത്രമല്ല, തമിഴ്നാട് പോലീസും. തമിഴ്നാട്ടിലും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ആരെങ്കിലും ഇയാളുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. തമിഴ്നാട്ടിലെ മാധ്യമങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ അടിമുടി തട്ടിപ്പിന് ഒരു ആഗോള തട്ടിപ്പുകാരനാണ് ആഷ്ലിൻ ബെൽമൻ എന്ന് തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തകൾ നിന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഗൗരവമായി തന്നെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി. ഇതോടൊപ്പം ഈ സിനിമാ സംഘടനകൾക്കെതിരെ പൊട്ടിത്തെറിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസും രംഗത്തെത്തിയിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകം കലങ്ങിമറിയുകയാണ്. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾക്കെതിരെ പൊട്ടിത്തെറിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്തെത്തി. സംഘടനകൾ ആർക്കു വേണ്ടിയാണ് മൗനം പാലിക്കുന്നതെന്ന് സാന്ദ്ര ഫേസ്ബുക്കിൽ ചോദിച്ചു. അതിനർത്ഥം 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സാന്ദ്ര തോമസ് പറയുന്നു. ഡാനി പോളിലേക്ക്. ഡാനി, ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രധാന മുൻനിരയിലുള്ള ഒരു നടിയുടെ ഭാഗത്തു നിന്ന്, ഒരു നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെതിരെ ഒരു നീക്കം നടക്കുന്നത്, ഒരു വിമർശനം, ഒരു ആരോപണം വരുന്നത്. എന്തായിരിക്കാം ഈ സാന്ദ്ര തോമസിനെ പ്രകോപിപ്പിച്ച കാര്യം? ടോം, ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി വിഷയത്തില് സിനിമാ മേഖലയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഒതുങ്ങി നിൽക്കുക, അത് പുറത്തേക്ക് വരാതിരിക്കാൻ പരമാവധി ഇവർ ഇടപെടുന്നുണ്ട്. പലരും തന്നെ ഇതിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം അതിൽ ഒരു ചെറു പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും, ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ രീതിയിലേക്ക് വില പോകുന്നില്ല എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാന്ദ്ര തോമസിലൂടെ അതിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് ഈ ഇത്തരം തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാന്ദ്ര തോമസിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അവർ പറയുന്ന കാര്യങ്ങളും പ്രസക്തമാണ്. സിനിമാ സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത്? പലരും അഭിപ്രായം പറയേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഇവർക്ക് മുന്നിലുണ്ട്.
പക്ഷേ ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊഴിയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ആരും ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല എന്ന പൊതുവിമർശനം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുമ്പോൾ തന്നെയാണ് സാന്ദ്ര തോമസിന്റെ ചോദ്യവും പ്രസക്തമാകുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തിൽ എല്ലാവരും അഭിപ്രായം പറയേണ്ടതാണ്. സിനിമാ സംഘടനകൾ അഭിപ്രായം പറയണം. ലോകത്തിന് വലിയ രീതിയിലുള്ള പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു ഇടമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇടത്ത് നിന്ന് തന്നെയാണ് ഇത്തരം ദുരൂഹമായ മൗനമുണ്ടാകുന്നതെന്ന് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഈ 15-അംഗ പവർ ഗ്രൂപ്പ് എന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് എല്ലാവരിലും സിനിമയുടെ സമസ്ത മേഖലകളിലും പിടിമുറുക്കുന്ന പ്രാതിനിധ്യമുള്ളവരുടെ ഒരു സംഘമാണ് ഇതെന്ന് സാന്ദ്ര തോമസും ഇതിൽ അടിവരയിടുന്നുണ്ട്. അവർക്ക് സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലും അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം ഭരിക്കുന്നവരായിട്ട് ഇവർ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഭാഗത്തു നിന്നും കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഇതിന് ഉണ്ടാകാത്തതിന് പിന്നിലെന്നും അവർ സംശയിക്കുന്നു. അത് തന്നെയാണ് അവർ അതിൽ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇത് ഒരിക്കലും മലയാള സിനിമയ്ക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് സാന്ദ്ര തോമസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പേരുടെ ഒരു പ്രതികരണങ്ങൾ ഇത് സംബന്ധിയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതി ഇത് സംബന്ധിയായ ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയുണ്ടായി. ഇതിൽ ക്രിമിനൽ നിയമപ്രകാരം തന്നെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. കോടതി അത് പരിഗണിച്ച് തിരിച്ച് സർക്കാരിനോട് ചോദിച്ചത് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ, ഈ റിപ്പോർട്ട് വെച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായൊരു മറുപടി വേണം എന്ന് തന്നെ കോടതി പറഞ്ഞു. അതുമാത്രവുമല്ല, സീൽ ചെയ്ത കവറിൽ ഈ റിപ്പോർട്ട് അത് പ്രധാനമായ റിപ്പോർട്ട് വേണമെന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസെടുത്തുകൂടെയെന്നും സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നും കോടതി പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി ഈ വിഷയത്തിൽ ഇനിയും ഈ ആരോപണ വിധേയരായ താരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല ടോം. കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണ്ടിവരും. കാരണം ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിക്ക് മുന്നിലേക്കാണ് കൃത്യമായ റിപ്പോർട്ട് എത്തുന്നത്. അതിൽ ഇരകളാക്കപ്പെട്ടവരുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ അനുഭവങ്ങൾ തെളിവ് സഹിതം അവർ പറഞ്ഞിരിക്കുന്നു. അതിൽ സുപ്രധാനമായ പല പേരുകളുമുണ്ട് എന്ന് പലരും തന്നെ അടക്കം പറയുമ്പോൾ ഈ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ തീർച്ചയായും കോടതി അടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു. ഇത് ഇടപെടേണ്ടതല്ലേ എന്നും കോടതി പറയുന്നു. അതിനർത്ഥം കോടതി ഈ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ തീർച്ചയായും കോടതി തന്നെയും അത് പരിശോധിക്കും. അത് അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനുവേണ്ടി പ്രതിപക്ഷവും വലിയ രീതിയിൽ തന്നെ സമരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് സിനിമാ സംഘടനകളെ വിളിച്ചിരുത്തി കോൺക്ലേവ് എന്ന പേരിൽ നടത്തുന്നത് തികച്ചും നാടകമാണ്. കാരണം ഇരകളും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അത്തരമൊരു കോൺക്ലേവ് പരിപാടിക്ക് തീർച്ചയായും തങ്ങൾ പ്രതിഷേധിക്കും. അത് സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ സമര ആ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് അടക്കം പോകുന്നുണ്ട്. സർക്കാർ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന നിർണായകമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കൃത്യമായി ഈ രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. അവർ മാത്രമല്ല, മറ്റ് സംഘടനകളും അടക്കം ഈ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇത് സംബന്ധിയായ ശബ്ദമുയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ നടപടികൾ എത്തുന്നതെന്നത് ടോം അതാണ് അതീവ നിർണായകമാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോടതിയുടെ ഇടപെടലിലേക്ക് അടക്കമാണ് ഈ കാര്യങ്ങൾ ചെല്ലുന്നത്. കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായ റിപ്പോർട്ടാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മുറിച്ചു മാറ്റപ്പെട്ട പേരുകളില്ലാതാക്കിയ റിപ്പോർട്ടല്ല ആവശ്യപ്പെടുന്നത്. പകരം പൂർണ്ണമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത്. അതിൽ കൃത്യമായ ഇരകളുടെ പേരുണ്ട്, വേട്ടക്കാരുടെ പേരുണ്ട്, അത് സംബന്ധിയായ തെളിവുകളുണ്ട്. അങ്ങനെയെങ്കിൽ കോടതി നടപടികളിലേക്ക് നീങ്ങാനുള്ള മുഴുവൻ സാധ്യതയുമാണ് ഉള്ളത്. അതിൽ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ നമ്മൾ കാണുന്ന ആകാശം ഇങ്ങനെയല്ല എന്നും ചന്ദ്രനും സൂര്യനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അത് എത്രത്തോളമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്കാണ് എത്തുന്നത്. കോടതി നടപടികളിൽ ഇനി ഓരോന്നിന്റെയും പ്രകാശം അതെത്രയെന്നത് കോടതി തന്നെയായിരിക്കും തീരുമാനിക്കുക. കാരണം ഇത്തരം പൊയ്മുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞു വീടപ്പെടേണ്ടത്
തന്നെയാണ് എന്ന് തന്നെയാണ് സമൂഹത്തിൽ നിന്നുയരുന്ന ആവശ്യം. അത് കോടതിക്ക് മുന്നിലേക്കാണ് ഇനി എത്തുന്നത്. തീർച്ചയായും ഡാനി, ഇവിടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്ന് കോടതി പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം ഇതില് ഇരകളായിട്ടുള്ളവർ സാധുക്കളായിട്ടുള്ളവരാണ്, പ്രതികരണശേഷി അല്ലെങ്കിൽ പ്രതികരിക്കാൻ ധൈര്യമില്ലാത്തവരാണ്. ആ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ 15-അംഗ പവർ ഗ്രൂപ്പിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻഡസ്ട്രിയിൽ പോലും നിൽക്കാൻ കഴിയില്ല എന്ന്. അതിനിടെ ചില ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നവർ, അതല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ളവർ തന്നെ രംഗത്തിറക്കിയ നിർമ്മാതാവ് സജിമോൻ പാറയിലിനെ പോലുള്ളവർ, പിന്നീട് പ്രതികരണവുമായി ഈ റിപ്പോർട്ടിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയവർ, അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നവരും ഈ മൊഴി നൽകിയവരുമൊക്കെ സിനിമകളിൽ അവസരം കിട്ടാത്തവരാണ്, അതിന്റെ വിരോധം തീർക്കാൻ വേണ്ടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതാണെന്ന്. അങ്ങനെയെങ്കിൽ അതിനെയൊക്കെ പൊളിച്ചടക്കുന്നതല്ലേ ഈ അത്തരത്തിലുള്ള ദുരാരോപണങ്ങളെയൊക്കെ പൊളിച്ചടക്കുന്നതല്ലേ സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതങ്ങനെ അവസരം ലഭിക്കാത്തവർ മാത്രമല്ലല്ലോ, ഒരു വലിയ വിഭാഗം ചൂഷണത്തിന് ഇരയായി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ ഡാനി? ഉറപ്പായും ടോം, കാരണം ഒരു സംശയവുമില്ല. കാരണം ഇതൊരു വലിയ വിഭാഗം ഇതിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രീതിയിൽ നിയമാവലികൾ ആരാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്നതാണ്. ഈ ഗ്രൂപ്പുകൾ തന്നെയാണോ ഈ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവരെ നിർബന്ധപൂർവ്വം ഇത്തരം കാര്യങ്ങളിലേക്ക്, അരുതായ്മകളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്നതാണ്. ഇത് നിലനിൽക്കുന്നത് ഇവിടെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് ആരാണ് എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. അവരെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഈ റിപ്പോർട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാന്ദ്ര തോമസ് ഉയർത്തുന്ന ശബ്ദം അതിന് കൂടുതൽ പിന്തുണയേറും വരും മണിക്കൂറിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഈ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരുമ്പോൾ സാന്ദ്ര തോമസ് അടക്കം വലിയ രീതിയിലേക്ക് ഇതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ പിന്തുണയുമായിട്ട് ഇനി പൊതുസമൂഹം ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വരും മണിക്കൂറിൽ നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് ഇരയാക്കപ്പെട്ടവർ അവർ തന്നെയും ഇതിന് മുന്നിലേക്ക് വന്നേക്കാം. നേരത്തെ സർക്കാർ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടവർ പരാതിയുമായി വന്നാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. ഒരുപക്ഷെ കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ ഇരയാക്കപ്പെട്ടവർ പരാതിയുമായി വരണമെന്നില്ല. കോടതി തന്നെ നടപടികളിലേക്ക് കടക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തി നിൽക്കുന്നത്. ടോം, ഡാനി, ഇപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ദിവസങ്ങളായി. റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഹേമ കമ്മിറ്റി സമർപ്പിച്ചിട്ട് 4.5 വർഷം കഴിഞ്ഞു. ഇതുവരെയും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു കോടതിയുടെ ചോദ്യത്തിന് കൂടി സർക്കാർ മറുപടി പറയേണ്ടതാണ്. അതായത് ഇതിനുവേണ്ടി ICC ഉണ്ട്, ഇതുപോലൊരു പരാതി പരിഹാര സെല്ല് സിനിമാ സെറ്റുകളിലും വേണമെന്ന നിബന്ധനയൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് നടിയാക്രമണ കേസിന് പിന്നാലെയാണ് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ. അതല്ലെങ്കിൽ ഈ സ്ത്രീ സുരക്ഷ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല നടപടികളും തുടങ്ങിയത്. പക്ഷെ അതൊക്കെ വെറും ഈ ICC ഒക്കെ ദുർബലമാണ്, ഒരു പ്രയോജനവുമില്ല എന്ന് പലരും മൊഴി നൽകിയിട്ടുമുണ്ട്. അതിനൊരു പരിഹാരമായി ഹേമ കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഒരു ട്രിബ്യൂണൽ. ഇതുപോലും സർക്കാരിന്റെ ഭാഗത്ത് ട്രിബ്യൂണലിനെ നിയമിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലേ? ഇതിനൊക്കെ സർക്കാർ കോടതിയിൽ മറുപടി പറയേണ്ടതല്ലേ ഡാനി? ടോം, ഇതിന് തീർച്ചയായും അക്കമിട്ട മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിന് വലിയ രീതിയിലൊരു കാലതാമസമുണ്ടായി. 4.5 വർഷത്തോളം എന്തു ചെയ്തു എന്നതാണ്. അത് വെറുതെ ഒരു റിപ്പോർട്ടല്ല. ഇതിൽ പീഡിപ്പിക്കപ്പെട്ടവർ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതാണ്, അവർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥകൾ തന്നെയാണ് വിവരിക്കുന്നത്. അത്തരമൊരു കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നത് പോലും തന്നെ കുറ്റകരമാകുന്ന ഒരു നിയമവ്യവസ്ഥിതിയുണ്ട്. അപ്പോൾ സർക്കാർ തന്നെയും ഈ വിവരങ്ങൾ, സർക്കാരിനെ ഈ വിവരങ്ങൾ കൃത്യമായി കിട്ടിയെങ്കിൽ അതിന് വിവരാവകാശ പ്രവർത്തകരടക്കം ഒരു ഇടപെടൽ അടക്കം, മാധ്യമങ്ങളുടെ അടക്കം വേണ്ടി വന്നു എന്നാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണാത്തൊരവസ്ഥയിലേക്ക് പോകും.
മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെ പരാമർശങ്ങളുള്ള ഗുരുതരമായ പരാമർശങ്ങളുള്ള സ്ത്രീകൾ അവർക്ക് നേരിടേണ്ടി വന്ന വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ, അത് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 50ഓളം പേർ നൽകിയ മൊഴി അതെല്ലാം തന്നെ കൃത്യമായി നിൽക്കുന്നു. അവർ കൈമാറിയ തെളിവുകൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ഒരു സർക്കാർ എന്തുകൊണ്ട് നടപടിയിലേക്ക് പോയില്ല എന്നത് അതീവ ഗൗരവതരമായ ഗുരുതരമായ ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം തുടക്കം മുതൽ ചോദിക്കുന്നത്, ഇതിൽ തൊഴിലിടങ്ങളിൽ അവർക്ക് വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്ക് പോകുന്ന അവരുടെ നേരിടേണ്ടി വന്ന അവസ്ഥകളാണ് പറഞ്ഞത്. അത്തരമൊരു റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് വായിച്ചു നോക്കിയിരിക്കുകയാണോ ചെയ്യുന്നത്? നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല? തീർച്ചയായും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തു നടപടി സ്വീകരിച്ചുവെന്ന് കോടതിക്ക് മുന്നിലേക്ക് പറയേണ്ടി വരുന്നു. അവർ ശുപാർശ ചെയ്യപ്പെട്ട ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ സർക്കാർ എന്ത് നടപടികളിലേക്കാണ് പോയത്? ചില രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അത്തരം ചർച്ചകളുടെ അനന്തരഫലങ്ങൾ അതാണ്. ആ ചർച്ചകൾ എവിടേക്കാണ് പോകുന്നത്? അവർ ആരെയെല്ലാം പങ്കാളിത്ത സ്വഭാവത്തോടെ ഈ ചർച്ചകളിലേക്ക് കണ്ടു? അവർക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താനുള്ള നയരൂപീകരണം ഇത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിയ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി കോടതിക്ക് മുന്നിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. തീർച്ചയായും സർക്കാരിന് വലിയ രീതിയിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേടാനുള്ള തിരിച്ചടി കിട്ടാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പരാതിക്കാരില്ലാതെ തന്നെ നടപടികളിലേക്ക് കടക്കാമെന്നിരിക്കെ ഇത്രയും കാര്യങ്ങൾ 4.5 വർഷത്തോളം നടപടികളില്ലാതെ പോയത് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ പോയിരുന്നു? അതിൽ നിരവധിയായ കമ്മീഷനുകളുടെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ അതിന്റെ അവസ്ഥകളെല്ലാം തന്നെ അറിയാം. പക്ഷെ ആ രീതിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നില്ല ഹേമ കമ്മിറ്റി എന്നത്. അതിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരം ഒരു സവിശേഷ സാഹചര്യത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഒന്നും ചെയ്യാതെ ഒരു സർക്കാർ ഈ രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ അത് എന്തിനായിരുന്നുവെന്ന കോടതിയുടെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4.5 വർഷം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? ഒരു നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്ന കാര്യത്തിൽ സർക്കാർ തന്നെ മറുപടി പറയേണ്ടതാണ്. കാരണം സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചുള്ള പല വെളിപ്പെടുത്തലുകളും അടങ്ങിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാളും പുറത്തുവിടാതെ മറച്ചുവെച്ചത്. അതിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അടുത്ത മാസം 10-ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ എന്തു മറുപടി പറയും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതിനു മുൻപ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസെടുക്കുമോ, അന്വേഷണം നടത്തുമോ തുടങ്ങിയ കാര്യവും പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി വിശാഖപട്ടണത്ത് ട്രെയിനിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ നാളെ നാട്ടിലെത്തിക്കും. വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തിയ കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. കഴക്കൂട്ടം വനിതാ എസ്.ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിൻ മാർഗം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്നും മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് ഭാരതി റെഡ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസെല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് മാത്രം പറയാൻ പറ്റും. BV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മലയാളികളെ, നമ്മുടെ നാട്ടുകാരി അല്ലെങ്കിൽ പോലും നമ്മളേറെ ഗൗരവത്തോടെ കണ്ടൊരു വിഷയം. ഈ കുട്ടിയെ കണ്ടെത്തണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഉറക്കം വിളിച്ചിരുന്നതാണ്. പല അന്വേഷണം നടത്തിയതാണ്. സംസ്ഥാനത്ത് മാത്രമല്ല പുറത്തൊക്കെ നമ്മൾ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി നാട് വിട്ടത് എന്നതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഈ മാതാപിതാക്കളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ മർദ്ദനം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ പ്രാഥമികമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം എന്താണ് വിനോദ്?
ടോം, മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയെ ഹാജരാക്കിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് കൈമാറുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം കുട്ടിക്ക് വീട്ടിൽ മർദ്ദനമേറ്റിരുന്നു എന്ന മൊഴിയുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് കുട്ടി വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരുമായി സംസാരിക്കാൻ പറയുമ്പോൾ കുട്ടി അമ്മയുമായി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ഈ 13 വയസ്സുള്ള കുട്ടി പറയുന്നത്. അമ്മ നിരന്തരം കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് സമീപവാസികളുടെ മൊഴിയുമുണ്ട്. അതായത് ശാരീരികമായും മാനസികമായും അമ്മയുടെ ഭാഗത്ത് നിന്ന് കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അമ്മ മർദ്ദിച്ചിരുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം കുട്ടി സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത്. മാത്രമല്ല, വീട്ടിൽ നിന്ന് പോയത് തന്നെ ഇത്തരത്തിൽ ഇളയ കുഞ്ഞുങ്ങളോട് ബഹളമുണ്ടാക്കി. അതിൻ്റെ പേരിൽ അമ്മ ശകാരിച്ചു. തുടർന്നാണ് ട്രെയിനിൽ കയറുകയും ഇത്ര ദൂരം സഞ്ചരിച്ച് വിശാഖപട്ടണം വരെ ഈ 13 വയസ്സുകാരി എത്തുകയും ചെയ്തത്. ഈ കുട്ടിയുടെ മാനസിക നില അത് പരിശോധിക്കേണ്ടതുണ്ട്. 3 പെൺകുട്ടികളാണുള്ളത്. അസമിൽ നിന്ന് വന്ന കുടുംബമാണ്. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അവർ ഇവിടെ പലവിധ ജോലികൾ തേടി അതിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ സാഹചര്യം എന്തായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് കുട്ടിയുടെ അച്ഛന് ഒരു സ്വകാര്യ സ്കൂളിൽ തോട്ടം നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടുന്നത്. അതിനുശേഷം ഈ കാണാതായ കുട്ടിയുടെ 13 വയസ്സുകാരിയുടെ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പൂർത്തിയാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം ഇവിടെ വന്ന ശേഷം അവർക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, അതിൻ്റെ ഒരു പ്രതിഫലനം ഈ കുടുംബത്തിൽ ഉണ്ടായോ, കുട്ടികളെ മർദ്ദിക്കുന്നതിനൊക്കെ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടിക്ക് കൗൺസലിംഗ് നൽകണം എന്നത് വ്യക്തമാണ്. അത്തരം നടപടികളുണ്ടാകും. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യസ്ഥിതി അതേക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വിശദമായ മൊഴി കുട്ടിയിൽ നിന്ന് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് വിട്ടു നൽകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. വിനോദ്, കുട്ടിയെ എത്തിക്കുന്നത് അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ പെൺകുട്ടി ഇതുവരെയും അമ്മയോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അമ്മയോട് എന്തോ നീരസമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം അമ്മയോടൊപ്പം പോകാൻ ഈ കുട്ടി തയ്യാറായില്ലെങ്കിൽ എന്തായിരിക്കും ഈ ശിശുക്ഷേമ സമിതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ടോം, ഇവിടെ നിന്ന് പോയിട്ടുള്ളത് കഴക്കൂട്ടത്ത് നിന്ന് വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ പോലീസ് സംഘവും അതോടൊപ്പം തന്നെ CWCയുടെ പ്രവർത്തകരുമുണ്ട്. വിശാഖപട്ടണത്ത് അവിടുത്തെ ഈ ശിശു സംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ആ തരത്തിൽ CWCയുടെ പ്രതിനിധികൾ അവിടേക്ക് പോകുന്നുണ്ട്. കുട്ടിയുമായി സംസാരിച്ച് കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു നടപടിയാകും ഉറപ്പായും ഉണ്ടാവുക. കാരണം നിരന്തരം മർദ്ദനമേറ്റിരുന്നുവെങ്കിൽ ആ കാര്യം മാതാവിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാവ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിരുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ആസാമിൽ നിന്ന് ആ കുടുംബം കേരളത്തിലേക്ക് എത്തിയിട്ട് ഇവിടെ വന്ന് ചെറിയ ജോലികൾ തരപ്പെടുത്തി അവരുടെ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾ അവർ നോക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ കുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ അമ്മ മർദ്ദിച്ചു എന്നതിൻ്റെ പരിഭവത്തിലോ ആ പിണക്കത്തിലോ ട്രെയിൻ കയറി സഞ്ചരിച്ച് പോകുന്നത്. പക്ഷേ ഇത്ര ദൂരം ആ കുട്ടി പോകാനിടയായ സാഹചര്യം, കുട്ടി ട്രെയിനിൽ കരഞ്ഞു എന്ന് ചിത്രം പകർത്തിയ ബബിത നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഒരു അസ്വാഭാവികത തോന്നി കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ കുട്ടി കരഞ്ഞു എന്നതിന് അർത്ഥം കുട്ടിക്കൊരു അരക്ഷിത ബോധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മ മർദ്ദിച്ചു ആ കാര്യത്തിൽ ഒരു വിഷമമുണ്ടായിരുന്നു. എങ്കിലും കുട്ടി ശ്രമിച്ചത് അസമിലേക്കുള്ള യാത്രയ്ക്കാണ് കുട്ടി ശ്രമിച്ചത്. ചെന്നൈയിലെത്തുകയും അവിടെ നിന്ന് സഞ്ചരിക്കുകയും വിശാഖപട്ടണത്തിലാണ് ഇത്തരത്തിൽ ഈ മലയാളി സമാജവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ തരത്തിൽ എന്തുകൊണ്ട് കുട്ടി പെരുമാറി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും രക്ഷിതാക്കൾക്ക് കൈമാറുക. ഏതായിരുന്നാലും വളരെ ഒരു സംഘർഷഭരിതമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. കാരണം കുട്ടിയെ കാണാതാകുന്നു. ഈ ഫോട്ടോ മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവ്. കുട്ടി കന്യാകുമാരി ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നതിന്. അവിടെയും കന്യാകുമാരി നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലാണ് പ്രധാനമായും ഈ പരിശോധന നടന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞത് മറ്റൊരു സാധ്യതയായിരുന്നു. കാരണം കുട്ടി അവിടെ നിന്ന് തിരികെ സഞ്ചരിച്ചാലും തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധ്യതയില്ല, അല്ലെങ്കിൽ തന്നെ മധുരയിലേക്ക് നാഗർകോവിലിൽ നിന്ന് മറ്റൊരു ട്രാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ട്രെയിനിൽ
അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാനുള്ളൊരു സാധ്യത ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ആ തരത്തിൽ തന്നെ ചെന്നൈയിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ച് വിശാഖപട്ടണത്തെത്തുമ്പോഴാണ് കുട്ടി ശ്രദ്ധയിൽപ്പെടുന്നതും സുരക്ഷിതയായി മാറുന്നതും. ആ നിലയ്ക്ക് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. DCP പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് കുട്ടി പോയി എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കുടുംബപരമായ പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ വിനോദ്, നമുക്കറിയാം കേരളം ഈ ബാലാവകാശ നിയമമൊക്കെ കർശനമായിട്ടുള്ള ഒരു നാടാണ്. കുട്ടികൾക്കെതിരായ അതിക്രമം, കുട്ടികളെ സ്വന്തം മാതാപിതാക്കളോ അധ്യാപകരോ ആണെങ്കിൽ പോലും മർദ്ദിക്കുകയോ ശകാരിക്കുകയോ, അതായത് ഏതെങ്കിലും രീതിയിൽ ക്രൂരമായ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും കേസുകൾ എടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത്തരം നിരവധി വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇതര സംസ്ഥാനക്കാരെ സംബന്ധിച്ച് നമ്മൾക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ ഓരോ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ചെന്ന് കഴിഞ്ഞാലും നിരവധി ഇതര സംസ്ഥാനക്കാരെ കാണാൻ കഴിയും. കുടുംബസമേതം അവർ ജീവിക്കുന്നുണ്ട്. അവരുടെ മക്കളെയൊക്കെ അവർ വലിയ രീതിയിൽ ശിക്ഷിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ, ഈ അമ്മ മർദ്ദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കുഞ്ഞ് അങ്ങനെ ഒരു മൊഴി നൽകി കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുമോ? അത്തരൊരു നിയമ നടപടി സ്വീകരിക്കുമെന്നാണോ പോലീസ് പറയുന്നത്? ടോം, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കുട്ടിയുടെ ശരീരത്തിൽ അങ്ങനെ വലിയ മുറിപ്പാടുകളോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പല കേസുകളും പരിശോധിക്കുമ്പോൾ ഉള്ളതുപോലെ പൊള്ളലേൽപ്പിച്ച പാടുകൾ അല്ലെങ്കിൽ വലിയ മുറിപ്പാടുകൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ കുട്ടിയെ കണ്ടുകിട്ടുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ എന്തെങ്കിലും വലിയ പരിക്കുകൾ കുട്ടിയുടെ ശരീരത്തിൽ ഉള്ളതായി മനസ്സിലാക്കുന്നില്ല. ഇനി ആരോഗ്യ പ്രവർത്തകർ എല്ലാം തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നുള്ള സംഘം, CWC സംഘം അവിടെ എത്തുകയും ഈ വൈദ്യപരിശോധനയുടെ ഫലം അത് കൃത്യമായി വിശദമായി പരിശോധിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ. ഏതായിരുന്നാലും നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ അങ്ങനെ കുട്ടിയുടെ മുഖത്തോ ഈ കയ്യിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ പൊള്ളലേറ്റ മുറിവുകൾ, അത് ഉണങ്ങിയ പാടുകളോ അങ്ങനെയൊന്നും തന്നെ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ മർദ്ദനം ഏറ്റിരുന്നോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ കുട്ടിയുടെ മൊഴി കൃത്യമാണ്. അമ്മ മർദ്ദിക്കുന്നു, അമ്മയുടെ മർദ്ദനമുണ്ട്, മാനസിക പ്രയാസമുണ്ട്, ഈ കാര്യം പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പരിഭവിക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണോ, വിഷമം വരുന്ന കുട്ടിയാണോ എന്നൊക്കെയും പരിശോധിക്കേണ്ടതുണ്ട്. 13 വയസ്സുകാരിയാണ്. ഈ ആസാമിലെ കുടുംബ വീട് തേടിയാണ് കുട്ടി യാത്ര ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മുതിർന്ന സഹോദരനുണ്ട്, 19 വയസ്സാണ് ആ സഹോദരനുള്ളത്. ബാംഗ്ലൂരിലാണ് ആ സഹോദരനുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ഇളയ കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തമ്മിലുള്ള തർക്കം, അത് അമ്മ ശകാരിച്ചു, അമ്മ മർദ്ദിച്ചു, അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി ട്രെയിനിൽ കരയുന്നത് തന്നെ ഒരുപക്ഷെ ഈ മർദ്ദിച്ചു എന്നുള്ള വിഷമം കൊണ്ടാകാം, അരക്ഷിത ബോധമുണ്ടാകാം, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം. ഏതായിരുന്നാലും കുഞ്ഞ് ഇത്രയധികം ദൂരം സഞ്ചരിച്ചു, സുരക്ഷിതയായി ഇരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. തീർച്ചയായും അതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് പെൺകുട്ടി നാട് വിട്ടത് തുടങ്ങിയ കാര്യം പരിശോധിക്കേണ്ടതാണ്. മലയാളികളുടെ ഒരു ജാഗ്രതയാണ് ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായി പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കണം. അങ്ങനെ ഈ കുട്ടിക്ക് ഒരു മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടിയ ആരോഗ്യ വകുപ്പ്. സംഭവ ദിവസം ഡ്യൂട്ടിക്ക് കയറിയ 3 ഷിഫ്റ്റിലെ 10ലധികം ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് 18 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായി. ഏറ്റവും ഒടുവിൽ ആരോഗ്യ വകുപ്പും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഒരു കാരണം കാണിക്കൽ നോട്ടീസിനപ്പുറം എന്ത് നടപടി സ്വീകരിക്കും?
കൂടി തന്നെയാണ് ഒടുവിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുത്തപ്പോൾ പോലും ആരോഗ്യ വകുപ്പ് ഈ കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവം, അതും പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ ഒരു 7 വയസ്സുകാരനാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഗുരുതരമായ അനാസ്ഥ മൂലം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉപയോഗിച്ച ശേഷം, അതായത് വേറെ ഏതോ രോഗിക്ക് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ജീവനക്കാർ ഉപേക്ഷിച്ച സിറിഞ്ചിലെ സൂചി ആ കുട്ടിയുടെ തുടയിൽ തുളച്ചു കയറിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. ജൂലൈ 19 ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരോടും കാരണം കാണിക്കൽ നോട്ടീസ്, ഏകദേശം 10ലധികം ജീവനക്കാർ 3 ഷിഫ്റ്റുകളിലായി ആശുപത്രിയിൽ അന്നത്തെ ദിവസം കാഷ്വാലിറ്റിയിലടക്കം ജോലി ചെയ്തിട്ടുണ്ട്. ഇവരോടാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 12 ദിവസത്തിനുള്ളിൽ ഇവര് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് വിശദമായ വിശദീകരണം നൽകണമെന്ന് മാത്രമല്ല, ആരോഗ്യവകുപ്പ് ആ ആശുപത്രിയിൽ 19-ാം തീയതി ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ എത്തിയ രോഗികൾ, ഒപ്പം തന്നെ അവർ സ്വീകരിച്ച മരുന്നുകൾ, അത്തരത്തിൽ അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പ് DMOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ തിരക്കിട്ട് എത്തിയ രോഗികളെ സംബന്ധിച്ചൊക്കെ മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 7 വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആ കുഞ്ഞിന് 14 വർഷത്തേക്ക് തുടർച്ചയായി HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ആ കുട്ടിയെയും കുടുംബത്തെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഈ സംഭവം. അതാണ് ശരണ്യ, ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 14 വർഷത്തോളം ഈ കുടുംബത്തിന് ഈ കുട്ടിയുമായി പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ തുടർ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണം, അതോടൊപ്പം ഇവരനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ടടക്കമുണ്ട്, കുട്ടി അനുഭവിച്ച വേദനയുണ്ട്. ഇതിനൊരു നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തയ്യാറാകുമോ? അത്തരത്തിലുള്ള നടപടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ ഈ സംഭവത്തിൽ സ്വമേധയാ കേസ് എടുത്തിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി അടക്കം പറഞ്ഞത് ഓരോ കാര്യങ്ങൾക്കും, അതായത് ആശുപത്രിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ. അത് ആശുപത്രിയിലെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണെങ്കിലും ബെഡുകൾ ക്രമീകരിക്കുന്നതാണെങ്കിലും ഉപയോഗിച്ച സൂചി നശിപ്പിക്കുന്നതിൽ പോലും ഓരോ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ് ആശുപത്രി. അത്തരത്തിലൊരു വലിയ പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഈ ടോം നേരത്തെ ചോദിച്ചതുപോലെ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് ലഭിക്കേണ്ടതാണ്. കാരണം ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ, അതായത് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പനി ബാധിച്ച് രാത്രി 11 മണിയോടെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ കുട്ടിയെ അവിടെ കാഷ്വാലിറ്റി ബെഡിൽ ഇരിക്കുമ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ ആ സൂചി തുളച്ചു കയറുന്നത്. അതിനുശേഷം ഈ കുട്ടിയെ HIV പരിശോധനയ്ക്കായി അയക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയും ഒരു സർക്കാർ ആശുപത്രി എത്തിയപ്പോൾ കുട്ടിക്ക് വേണ്ട ചികിത്സ ലഭ്യമായില്ല എന്നുള്ളതാണ്. അതായത് 72 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നൽകേണ്ട ഒരു ടെസ്റ്റ് ആശുപത്രിയിൽ ലഭ്യമാകേണ്ടത് അവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ പോയി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ആ സംവിധാനം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ആ വണ്ടാനം ആശുപത്രിയിൽ നിന്ന് പോലും അത്തരത്തിലൊരു നീക്കം അവർക്കുണ്ടായില്ല. തുടർന്ന് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി 72 മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട ടെസ്റ്റ് 4 ദിവസത്തിന് ശേഷമാണ് ആ കുടുംബാംഗങ്ങൾക്ക് ലഭ്യമായത്. അത്തരത്തിലുള്ള പിഴവുകൾ അടക്കമുള്ള ഒരു കേസാണിത്. മാത്രമല്ല, ഈ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോടതിയെ സമീപിക്കാൻ തന്നെയാണ്. അവർ നിയമപരമായ കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവിടെയാണ് പനി ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഇത്തരത്തിൽ അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു അച്ഛന് അലയേണ്ടി വന്നത്. ഒപ്പം തന്നെ ഈ 14 വർഷത്തേക്ക് അവരുടെ ജീവിതത്തിൽ തീകോരി ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഒരു കുഞ്ഞിന്റെ ജീവിതം ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിന് വെറുതെ വിടാൻ ആ കുടുംബം ഉദ്ദേശിക്കുന്നില്ല. അവർ ആ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കർശനമായി ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അച്ഛനുമായി DMO കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരോടും ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചിക്ക് കൃത്യമായും ആശുപത്രി അധികൃതർ തന്നെയാണ് ഉത്തരവാദികൾ. 14 വർഷത്തേക്ക് വേണ്ട ടെസ്റ്റുകൾ ഓരോ 3 മാസം കൂടുമ്പോഴും HIV TB ടെസ്റ്റുകൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം. മറുപടി നൽകേണ്ടത് ഈ കുറ്റക്കാരായിട്ടുള്ളവരെ, ഈ വീഴ്ച വരുത്തിയ ജീവനക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടൊപ്പം ഈ കുടുംബത്തിന്, ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയുള്ള നടപടിയും
ആരോഗ്യവകുപ്പ് സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.